തട്ടമിട്ടൊരു സ്ത്രീ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ബോംബ് വെച്ച് ഇല്ലാതാക്കണമെന്നും അങ്ങനെ ചിന്നിച്ചിതറി നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇല്ലാതാകണമെന്നും പരസ്യമായി ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നു. ഇതാണ് ആ വ്യക്തി. തട്ടം കണ്ടാൽ ഭയങ്കരമായി പേടി തോന്നുന്നു കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ പല ആൾക്കാരും എഴുതുന്നത് കണ്ടു. അവർക്ക് ആർക്കെങ്കിലും ഇത് കണ്ട് പേടി തോന്നിയോ എന്ന് വളരെ പ്രസക്തമായ ചോദ്യമാണ് ശ്രീമതി സുനിത ദേവദാസ് സുനിതാജി റേസ് ചെയ്യുന്നത്. നമ്മുടെ മലയാളികളുടെ ഇരട്ടത്താപ്പും മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പുമാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകയായിരുന്ന യൂട്യൂബറായ സുനിത ദേവദാസ് ചോദിക്കുന്നത്. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒരിക്കലും എനിക്ക് ഈ തിരുവസ്ത്രത്തോടൊപ്പം ഇങ്ങനെ പല്ല് കാണുമ്പോൾ തന്നെ വിഷമവും വേദനയുണ്ട്. അത്തരം ചിത്രങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല. നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന തിരുവസ്ത്രങ്ങളിൽ ഒന്നാണ്. അതായത് നമ്മുടെ യേശുക്രിസ്തുവിന്റെ മാലാഖമാർ ധരിക്കുന്ന വേഷമാണ്. പക്ഷേ ഇങ്ങനെ ഒരു സ്ത്രീ, ഇവരെ സഭ പുറത്താക്കിയതാണെന്നും സന്യാസ സമൂഹം പുറത്താക്കിയതാണെന്നും ഒക്കെ ഇമ്മീഡിയറ്റ്ലി തന്നെ അവരുടെ ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ സിസ്റ്റർ അല്ലെങ്കിൽ എക്സ് സിസ്റ്റർ എന്ന് പറഞ്ഞുകൂടാ, ഈ സിസ്റ്റർ പറഞ്ഞ കാര്യം, ടീന സിസ്റ്റർ എന്നാണ് ഇവരുടെ പേര്. അവർ പറഞ്ഞത് പിണറായി വിജയനെ ആ രീതിയിൽ രാജീവ് ഗാന്ധി ചിന്നിച്ചെതറിയതുപോലെ ചിന്നിച്ചെതറിക്കണം എന്നാണ്. അപ്പോ വളരെ പ്രസക്തമായി അവർക്കെതിരെ ഇപ്പോൾ കേസും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതിശക്തമായി അപലപിക്കപ്പെടേണ്ടതാണ്. രാഷ്ട്രീയത്തെ നമുക്ക് എതിരഭിപ്രായം കാണും. എനിക്ക് ശ്രീ പിണറായി വിജയൻ സഖാവിനോട് 100 കാര്യങ്ങൾ എതിരഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പോലെ അല്ലെങ്കിൽ ആരാണെങ്കിലും ഒരു മനുഷ്യനെ എതിരഭിപ്രായത്തിന്റെ പേരിൽ ബോംബ് കൊണ്ട് ഇല്ലാതാക്കണമെന്നാണോ നമ്മൾ പറയുന്നത്? ഒരു നിമിഷം ആലോചിച്ച് നോക്കുക. ഇത് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് ഇതേപോലെ തട്ടമിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എന്തുമാത്രം കോലാഹലം ഉണ്ടാകുമായിരുന്നു, പുകിലുണ്ടാകുമായിരുന്നു. തട്ടത്തിന്റെ പ്രശ്നവും മദ്രസകളുടെ പ്രശ്നവും ആകെ മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നവും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പ്രശ്നമാണെന്ന് വരെ ആൾക്കാർ പറയുമായിരുന്നു. പ്രത്യേകിച്ച് തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ക്രിസംഗികളും പറയുമായിരുന്നു. എന്നാൽ വേണ്ട രീതിയിൽ നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത് റേസ് ചെയ്തിട്ടില്ല. അത് നമ്മുടെ സമൂഹത്തിൽ അന്തർലീനമായി കിടക്കുന്ന ഇസ്ലാമോഫോബിയ കാരണം കൂടിയാണ്. അതായത് ഏതെങ്കിലും രീതിയിൽ മുസ്ലിം സമൂഹത്തിന്റെ സ്വത്വത്തെയോ ഐഡന്റിറ്റിയോ പ്രശ്നവൽക്കരിക്കാൻ അവസരം കിട്ടിയാൽ അത് ആഘോഷമാക്കുകയും എന്നാൽ സമാനമായ കുറ്റങ്ങളോ തെറ്റുകളോ മറ്റുള്ള സമുദായങ്ങളിലെ ആൾക്കാർ ചെയ്യുമ്പോൾ, അതൊന്നും ആ സമുദായത്തിന്റെ ഹിന്ദുക്കളുടെയോ ക്രിസ്ത്യാനികളുടെയോ കുഴപ്പമല്ല, ചെയ്യുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാതിരിക്കുകയും ശ്രീമതി സുനിത ദേവദാസിന്റെ വാക്കുകൾ നോക്കുന്നത് കേൾക്കാം. നമ്മൾ മലയാളികൾ ശരിക്കും ഭയങ്കര ഇരട്ടത്താപ്പിന്റെ ആളുകളാണ്. ഇത് കേട്ടിട്ട് ആരും പേടിച്ച് വിറച്ചില്ല. ഇവരെ തട്ടം കാണുമ്പോ ആർക്കും ഒരു പേടി ഉണ്ടായില്ല. ഇവരിത് സൺഡേ ആ പാവം നല്ല ഐഷ എന്ന് പറഞ്ഞൊരു മോളുണ്ട്. ആ പെൺകുട്ടിയോട് പോലും ചില ആൾക്കാർ അധിക്ഷേപിക്കുന്ന രീതിയിൽ തട്ടം കാണുമ്പോൾ പേടി ഉണ്ടാകുന്നത് ഡൽഹി ബ്ലാസ്റ്റ് കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോ ചെയ്ത് നമ്മൾ കണ്ടു. അതിനൊക്കെ ഇനിയും കോടതി വിധി വരണം, കോടതി തെളിവുകൾ പരിശോധിക്കണം, അവസാനം അതിലെ കുറ്റക്കാരെ കണ്ടെത്തണം. ഇതിനൊക്കെ മുമ്പ് പോലും തട്ടത്തെ പ്രശ്നവൽക്കരിക്കാനാണ് നോക്കുന്നത്. ഓർക്കുക, കേരളത്തിൽ ഇറങ്ങിയ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്ന് തട്ടത്തിൻ മറയത്തിൽ എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസനും ക്രിസ്ത്യാനിയായ നമ്മുടെ നിവിൻ പോളിയും ഹിന്ദുവായ വിനീത് ശ്രീനിവാസനും നായകനായൊരു അല്ലെങ്കിൽ അവർ ദ സെൻട്ര എന്ന സിനിമയാണ്. തട്ടത്തെ ആകട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ നമ്മുടെ കന്യാസ്ത്രീമാർ ധരിക്കുന്ന തിരുവസ്ത്രത്തെയും ശിരോവസ്ത്രത്തെയും ആകട്ടെ, ഇനിയും നമ്മുടെ ഹിന്ദു സ്ത്രീകൾ പലപ്പോഴും ഇങ്ങനെ തലയുടെ മേളിൽ കൂടെ രാജസ്ഥാനിലൊക്കെയാണ് ഘൂംകട്ട് പോലും ഇടാറുണ്ട്. എല്ലാത്തിനെയും ആദരവോടെ കാണുന്നതാണ്. ഇനി അത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇടുകയും വേണ്ട, അത് നിങ്ങളുടെ ചോയ്സ്. പക്ഷേ ഇതിനെ പ്രശ്നവൽക്കരിക്കാൻ ശ്രമിക്കുന്നവർക്ക് ശക്തമായൊരു താക്കീതാണ് സുനിത ദേവദാസിയുടെ ആ വാക്കുകൾ. സ്കൂളിൽ നിന്നോ ബൈബിളിൽ നിന്നോ പള്ളിയിൽ നിന്നോ പഠിച്ചതാണെന്ന് ആരും പറയുന്നില്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, ഒരു തട്ടമിട്ട സ്ത്രീയാണ് ഇത് പറഞ്ഞതെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റ് ചോദ്യമല്ലേ? ഓർത്തു നോക്കുക, ഒരു തട്ടമിട്ട മുസ്ലിം സ്ത്രീയാണ് പിണറായി വിജയൻ സഖാവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പുകിലും പ്രശ്നങ്ങളും എന്തുമാത്രമായിരിക്കും. തൊപ്പിയും താടിയും വെച്ച ഒരു മുസ്ലിമാണ് ഇത് പറഞ്ഞതെങ്കിൽ, പേരുകൊണ്ടെങ്കിലും മുസ്ലിമായ ഒരാളാണ് ഇത് പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ കോലാഹലവും പുകിലും ബഹളവും ചാനൽ ചർച്ചയും ഒക്കെ എന്തായിരിക്കും? സത്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കറിയാവുന്ന 2-3 ചാനലുകൾ ഇതിന്റെ പേര് ചർച്ചയെടുക്കും, മറ്റേ പോളിടും, ഇതിന്റെ പിന്നിൽ ഇസ്ലാമിക ദൈവശാസ്ത്രമോ എന്നൊക്കെ ചോദിക്കും. ചില ആൾക്കാർ ആ ഇസ്ലാമിക മതത്തെ തന്നെ മോശമായി കൊണ്ടുവരും. എന്നാലും സുനിതാജി അത്രയും ശക്തമായി പറയുന്നത്, സുനിതാജി ഒരു ലെഫ്റ്റ് ലിബറലാണ്, ഞാനൊരു റൈറ്റ് കൺസർവേറ്റീവ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് സുനിതാജി അത്രയ്ക്ക് ശക്തമായി ധാർമ്മികമായി ഹിന്ദു പരം അല്ലെങ്കിൽ ഹിന്ദു ഇതിൽ ജനിച്ച വ്യക്തിയാണ് സുനിതാജി. അവർക്ക് പറയാൻ കഴിയുന്നത് സുനിതാജിയുടെ പുറകിൽ ഒരു പുസ്തകം ഇരിപ്പുണ്ട്. ആ പുസ്തകത്തിലെ ആളുടെ നന്മയാണ്. ആ പുസ്തകം രാമചന്ദ്ര ഗുഹയുടെ ഗാന്ധി, എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യം ക്ലിയർ അല്ല, പക്ഷേ ഇന്ത്യ ബിഫോർ ഗാന്ധി പുസ്തകത്തിന്റെ മലയാളമായിരുന്നിരിക്കണം. ഇതാണ് ഗാന്ധിജി യഥാർത്ഥത്തിൽ, ഗാന്ധിജി അടക്കമുള്ള ഗാന്ധിയൻ നിലപാടുകാർ എന്നും നമ്മുടെ രാജ്യത്ത് ചെയ്തത്.
എല്ലാ സമുദായങ്ങളോടും ഫെയർ ട്രീറ്റ്മെന്റ്, ഹിന്ദുവിനോടും മുസ്ലിമിനോടും ക്രിസ്ത്യാനിയോടും ഇനി വിശ്വാസം ഉള്ളവനോടും ഇല്ലാത്തവനോടും അങ്ങനെ നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് സുനിതാജി ചെയ്യുന്നത്. ഒരുപാട് കാര്യത്തെ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഞങ്ങൾ പരസ്യമായി അടികൂടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ യൂട്യൂബ് ചാനൽ വീണ്ടും തുടങ്ങാൻ എനിക്ക് ഗൈഡൻസ് തന്നതും സപ്പോർട്ട് തന്നതും ഒക്കെ വലിയൊരു ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഏറ്റവും പ്രമുഖമായ സുനിതാജിയാണ് അതിൽ സപ്പോർട്ട് ചെയ്ത, മോട്ടിവേറ്റ് ചെയ്ത ആൾക്കാരിലൊന്നും. സുനിതാജി പറയുന്ന പല കാര്യങ്ങളും പ്രസക്തമാണ്. അത് അവന്റെ മതം പഠിപ്പിച്ചതാണ്, മതഗ്രന്ഥത്തിലുണ്ട്. അന്യമതസ്ഥനെ കൊല്ലാൻ വേണ്ടി അവനെ മതം പഠിപ്പിച്ചു, മദ്രസയിൽ പഠിപ്പിച്ചു എന്ന് തുടങ്ങി ആകെ ബഹളായിരിക്കും ഇവിടെ അല്ലെ. ഇപ്പൊ നോക്കിയ ഒരു പുൽക്കൊടി നാമ്പ് പോലും ഇവിടെ അനങ്ങുന്നില്ല. ഒരു ടീന ഇത് പറഞ്ഞപ്പോ നിശബ്ദത, ആർക്കൊന്നും പറയാനില്ല, ആരും ഞെട്ടിത്തെറിക്കുന്നില്ല, ആരും പേടിക്കുന്നില്ല, മതത്തിന്റെ നിരോധന ആഹ്വാനങ്ങളില്ല. ഇത് ആ വ്യക്തിയുടെ കുറ്റം എന്നാണ് പറയുന്നത്. ആണ്, വ്യക്തിയുടെ കുറ്റമാണ് കേട്ടോ. അല്ലാതെ തിരുവസ്ത്രം ധരിച്ച കന്യാസ്ത്രീമാർ യേശുക്രിസ്തുവിന്റെ പാതയിൽ പോകുന്നവരാണ്. എന്താ പറയുന്നത്, ഒരുത്തനോട് 7 അല്ല 77 വട്ടം ക്ഷമിക്കാൻ പറയുന്ന, ഒരു കവിള് തടിച്ചാൽ മറുകവിള് കാണിച്ചു കൊടുക്കാമെന്ന് യേശുക്രിസ്തുവിന്റെ പാതയിലല്ല ഈ ടീന പോകുന്നതെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ലല്ലോ. ഒരു സിസ്റ്റർ ഒന്ന് പോലും വിളിക്കാൻ കഴിയില്ല. മറ്റേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലാണ്, പോറ്റിന്ന് വിളിക്കാൻ കഴിയില്ലേ. ഉണ്ണികൃഷ്ണൻ കള്ളത്തരം കാണിക്കുന്നുണ്ട്, പോറ്റിമാരെല്ലാം മോശക്കാരല്ല. ഇതേപോലെ ഒരു ബ്രാഹ്മണനായ നമ്പൂതിരിയും പോറ്റിയുമായ ഉണ്ണികൃഷ്ണൻ കള്ളത്തരം കാണിക്കുന്നതുകൊണ്ട് എല്ലാ പോറ്റികളും മോശമല്ല, പോറ്റിമാരും മോശമല്ല. ഇതേപോലെ ഒരു സിസ്റ്റർ ടീന ഈ രീതിയിൽ കലാപാഹ്വാനവും കൊലപാതകവും ബോംബാക്രമണവും നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സിസ്റ്റർമാരും മോശമല്ല. ഇതേപോലെ മുസ്ലിം സമൂഹത്തിലെ ആർക്കെങ്കിലും ഒരാൾക്ക് തെറ്റുപറ്റിയാൽ എല്ലാ മുസ്ലിം സമുദായവും മോശമല്ല. ഈ തിരിച്ചറിവിലേക്ക് നമ്മളെന്ന സമൂഹം വരണം. ഇത് ഈ പറയുന്ന വ്യക്തിയുടെ കുറ്റം തന്നെയാണ്. ആളുകൾ ഓരോന്ന് ചെയ്യുന്നതിന് അവരുടെ വീട്ടുകാരോ കുടുംബക്കാരോ അവരുടെ മതമൊന്നും ആരും ഉത്തരവാദിയല്ല, അവനവൻ തന്നെയാണ് ഇതിലെ ഉത്തരവാദി. അതാണ് പോയിന്റ്. ഇപ്പൊ നടക്കുന്ന വലിയ വിവാദമാണ് മാരിയോയും ജിജി മാരിയോയും തമ്മിൽ. അപ്പൊ ഇതാണ് അതിലെ പോയിന്റ്. അതിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മതത്തെയോ സമുദായത്തെയോ അടച്ചാക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ അല്ല. വ്യക്തികൾ ചെയ്യുന്ന തെറ്റ് വ്യക്തികൾ ചെയ്യുന്ന തെറ്റായിട്ട് എടുക്കണം. അതിനെ വിശ്വാസവും മതവും ദൈവവും പ്രവാചകനും മതഗ്രന്ഥവും ആത്മീയതയും ഒന്നുമായിട്ട് കൂട്ടിക്കലർത്തരുത്. അത് നമ്മുടെ ഉള്ളിലെ ഇസ്ലാമോഫോബിയ കാരണം തോന്നുന്നതാണ്. ആ ഇസ്ലാമോഫോബിയ തെറ്റാണ്, ഹിന്ദു ഫോബിയ തെറ്റാണ്, ക്രിസ്ത്യൻ ഫോബിയ തെറ്റാണ്, ഫെയ്ത്ത് ഫോബിയ തെറ്റാണ്. ഇനി ബാക്കി ആരാ? ജൂത ഫോബിയ തെറ്റാണ്, പാഴ്സി ഫോബിയ തെറ്റാണ്, ബൗദ്ധ ഫോബിയ തെറ്റാണ്, സിഖ് ഫോബിയ തെറ്റാണ്. എല്ലാ സമുദായങ്ങളെയും അങ്ങനെ ബഹുമാനിക്കുന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകട്ടെ. എന്തായാലും ആ ടീന എന്ന് പറയുന്ന, സിസ്റ്റർ എന്ന് വിളിക്കുന്നില്ല, ടീന എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും പണിഷ്മെന്റ് വേണം. നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ചോ രാഷ്ട്രീയത്തിൽ എതിരഭിപ്രായമുള്ളവരെ കുറിച്ചോ അങ്ങനെ ഇല്ലാതാകണം തുടങ്ങിയ പ്രസ്താവനകളല്ല വരേണ്ടത്. അന്നേരം ബോംബ് എറിഞ്ഞ് തീർത്ത് കളയണം എന്നൊക്കെ പറയുന്നതേ ഒരു ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതിനൊന്നും ഒരു ക്ഷമയില്ല, ഒരു മാപ്പുമില്ല. അവരെ ശക്തമായ രീതിയിൽ ശിക്ഷിക്കണമെന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ നടപടി എടുക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജയ് ഹിന്ദ്.